എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പടികൾ കയറി 29ാമത്തെ പടിയിലെത്തിയപ്പോൾ വൈശാലി എന്ന സാലഭഞ്ജിക ഭോജരാജാവിനെ തടഞ്ഞു നിർത്തി വിക്രമാദിത്യ ചക്രവർത്തിയെ സംബന്ധിക്കുന്ന മറ്റൊരു കഥ പറയാൻ തുടങ്ങി. മല്ലികാപുരത്തെ രാജാവായിരുന്നു പ്രസന്നൻ. പ്രസന്നന് ഒരേയൊരു മകൾ. അവളായിരുന്നു ചിത്രലേഖ. അതിസുന്ദരിയായിരുന്ന ചിത്രലേഖയെ വിവാഹം കഴിക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് രാജകുമാരന്മാർ എത്തിയെങ്കിലും ഏറ്റവും നല്ല വരനെ കണ്ടെത്തണമെന്ന് വിചാരിച്ച് രാജാവും രാജ്ഞിയും കാത്തിരുന്നു. ചിത്രലേഖയാവട്ടെ മാതാപിതാക്കളുടെ അഭിപ്രായം തന്നെ തനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അയൽ രാജ്യത്ത് ദേവകുമാരൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനൊരു ശില്പകലാ വിദഗ്ധനായിരുന്നു. ഒരിക്കൽ മല്ലികാപുരത്ത് ചെന്നപ്പോൾ അവൻ യാദൃച്ഛികമായി രാജകുമാരിയെ കണ്ടു. കണ്ട മാത്രയിൽ തന്നെ അവന് കുമാരിയോട് പ്രണയമായി. പക്ഷേ അതെങ്ങനെ നേരിട്ട് പറയും? രാജകുമാരന്മാർ വിവാഹാലോചനയുമായി ചെന്നിട്ട് പോലും അന്തസ്സ് പോരാ എന്ന് പറഞ്ഞിരിപ്പാണ് രാജാവും രാജ്ഞിയും. അങ്ങനെയിരിക്കെ വെറും സാധാരണക്കാരനായി താൻ പെണ്ണു ചോദിച്ചു ചെന്നാൽ എന്താണുണ്ടാവുക എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും രാജകുമാരിയുടെ മനസ്സിൽ കടന്നുകൂടിയാൽ രക്ഷപ്പെട്ടു. ചിത്രലേഖ ഇന്നുവരെ തന്നെ കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ പ്രണയിക്കുമോ എന്നും നിശ്ചയമില്ല. എങ്ങനെയെങ്കിലും തന്നോട് അനുരാഗം തോന്നിയാൽ രക്ഷപ്പെട്ടു. അതിനെന്താണ് വഴി എന്നാലോചിച്ച് ദേവകുമാരൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു നാൾ എങ്ങനെയെങ്കിലും രാജകുമാരിയെ നേരിൽ കാണുക എന്ന് തന്നെ അവനങ്ങു തീർച്ചയാക്കി. കാവൽക്കാരറിയാതെ കുമാരിയുടെ ശയനഗൃഹത്തിൽ മട്ടുപ്പാവിൽ പറന്നിറങ്ങാൻ അവനൊരു അരയന്നത്തിൻ്റെ പ്രതിമയുണ്ടാക്കി. വെളുത്ത നിറവും നീണ്ട കൊക്കും ചിറകുമെല്ലാം ചേർന്നു വന്നപ്പോൾ തനി അരയന്നം എന്നേ കാണുന്നവർക്ക് തോന്നൂ. ഒരു ദിവസം ദേവകുമാരൻ വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് ആഭരണ വിഭൂഷിതനായി മല്ലികാപുരത്തെത്തി. കൊട്ടാരത്തിന് സമീപം ചെന്നപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിരുന്നു. അവൻ ആ അരയന്നത്തിന് മുകളിൽ കയറി. ചിറകുകൾ ചലിപ്പിച്ചു. അരയന്നം മുകളിലേക്കുയർന്നു. അവനും അരയന്നവും കൂടി കുമാരിയുടെ സൗധത്തിൻ്റെ മേൽക്കൂരയിലെത്തി. വലിയൊരു ശബ്ദം കേട്ട് കുമാരിയും രാജാവും രാജ്ഞിയും വാതിൽ തുറന്നു. മട്ടുപ്പാവിൽ എന്തോ വീണതാണെന്നാണ് അവർ കരുതിയത്. പക്ഷേ അവർ കണ്ടത് ഒരു വിസ്മയ കാഴ്ചയായിരുന്നു. പൂനിലാവിൽ ചിറക് വിടർത്തി നിൽക്കുന്ന അരയന്നം. അതിൻ്റെ പുറത്ത് അതാ ഒരു യുവാവ്. ആകാശത്ത് നിന്ന് ഇതാ ഇപ്പോൾ പറന്നു വന്നതേയുള്ളൂ. എന്തൊരു തേജസ്! മാനത്തു നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ അവൻ്റെ കുപ്പായത്തിലെ മുത്തുകൾ മിന്നുകയാണ്. രാജാവും രാജ്ഞിയും യുവാവിനെ താഴെയിറങ്ങാൻ സഹായിച്ചു. അവനെ കണ്ട് രാജാവ് ഭവ്യതയോടെ ചോദിച്ചു, ആരാണെന്ന് മനസ്സിലായില്ല. ഗന്ധർവനോ കിന്നരനോ ദേവദൂതനോ? രാജാവിനെ കണ്ട് അവൻ ഒന്ന് ഭയന്നു. ലേശം വിറയലോടെ അവൻ മറുപടി പറഞ്ഞു, ഞാൻ ദേവകുമാരൻ. രാജാവും റാണിയും വാപൊളിച്ചു നിന്നു. തങ്ങളുടെ കൊട്ടാരത്തിൽ ഹംസവാഹനായ ഒരു ദേവകുമാരൻ ഇതാ വന്നെത്തിയിരിക്കുന്നു. അതിശയം, മഹാ അതിശയം. ദേവകുമാരനാണെന്ന് ഞങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഇന്ദ്രസദസ്സിൽ നിന്നാവുമല്ലോ വരുന്നത്. അപ്പോൾ തന്നെ അവർ യുവാവിനെ കൊട്ടാരത്തിനുള്ളിലേക്ക് ക്ഷണിച്ചു. പിന്നെ ഉപചാരങ്ങളായി. ഇങ്ങനെയൊരു ഭാഗ്യം കയറി വരുമെന്ന് ദേവകുമാരൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. തനിക്ക് കിട്ടിയ പുതിയ വേഷം ആടിത്തിമിർക്കുക തന്നെ എന്ന് അവനും കരുതി. യോജിച്ച ഒരു വധുവിനെ തേടി താൻ ദേവലോകം വിട്ടിറങ്ങിയതാണെന്നും പറന്നുപോയ വഴി കുമാരി ചിത്രലേഖയുടെ മുഖം കൊട്ടാരത്തിൻ്റെ ജനാലയിൽ കൂടി കണ്ടെന്നും കുമാരിയോട് പ്രത്യേക താല്പര്യം തോന്നിയതുകൊണ്ട് താഴെ ഇറങ്ങിയതാണെന്നും ദേവകുമാരൻ പൊങ്ങച്ചം വിളമ്പി. രാജാവിനും റാണിക്കും ഇതിൽ പരം ഒരു സന്തോഷമുണ്ടാവാനില്ല. അവർ ആവേശപൂർവം ചിത്രലേഖയെ അവന് വിവാഹം കഴിച്ചു കൊടുത്തു. ചിത്രലേഖയ്ക്കും ദേവകുമാരനെ വളരെ ഇഷ്ടമായി. നാളുകൾ കഴിഞ്ഞു. ദേവകുമാരൻ എല്ലാവരുടെയും പ്രീതി പിടിച്ചെടുത്തു. രാജാവാകട്ടെ അയാളെ അടുത്ത രാജാവായി വാഴിക്കാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ ഇരിക്കെ
പ്രബലനായ മറ്റൊരു രാജാവ് മല്ലികാപുരത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. താരതമ്യേന ചെറിയ രാജ്യമായ മല്ലികാപുരം സൈന്യശക്തിയിലും ആയുധശക്തിയിലും പിന്നിലായിരുന്നു. ശത്രുവിന്റെ ആക്രമണം മല്ലികാപുരത്തെ തവിടുപൊടിയാക്കുമെന്ന് കരുതി സങ്കടപ്പെട്ട നേരത്താണ് രാജാവിന് മകളുടെ ഭർത്താവിനെപ്പറ്റി ഓർമ്മ വന്നത്. ഇന്ദ്രപുരിയിലെ ദേവകുമാരനല്ലേ കക്ഷി. അയാൾ വിചാരിച്ചാൽ സാക്ഷാൽ ദേവസൈന്യത്തെ തന്നെ കൊണ്ടുവരാമല്ലോ. പിന്നെ എന്തിനു ഭയപ്പെടണം? രാജാവ് മരുമകന് സമീപം ഓടിയെത്തി രാജ്യത്തിനു നേരെ ഉയർന്നിട്ടുള്ള ഭീഷണിയെപ്പറ്റി പറഞ്ഞു. ശത്രുരാജാവ് നിസ്സാരക്കാരനല്ല. മല്ലികാപുരത്തെ തകർത്തു തരിപ്പണമാക്കാൻ അയാളുടെ സൈന്യത്തിന് നിമിഷങ്ങൾ മതി. മകനെ, നീ വേഗം ഇന്ദ്രപുരിയിലെത്തി ദേവേന്ദ്രനോട് വിവരം പറയണം. അദ്ദേഹത്തിൻ്റെ സൈന്യം കഴിവതും വേഗം ഇവിടെ എത്തണം. അതല്ലെങ്കിൽ നമ്മുടെ കഥകളെല്ലാം വലിയ താമസമില്ലാതെ തീരും, രാജാവ് പറഞ്ഞു. ദേവകുമാരൻ ശരിക്കും വെള്ളം കുടിച്ചു. താൻ ദേവേന്ദ്രൻ്റെ സ്വന്തക്കാരനൊന്നുമല്ലെന്നും അരയന്നത്തെ താൻ തന്നെ ഉണ്ടാക്കിയതാണെന്നുമൊക്കെ ഇനി പറയാൻ പോയാൽ ഭാര്യാപിതാവ് തന്നെ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യും. പറയണ്ട എന്ന് വെച്ചാലോ ശത്രുരാജാവിൻ്റെ മുന്നിൽ തൻ്റെ കള്ളി പൊളിയും. ഇന്ദ്രനെ കണ്ട് സഹായം ചോദിക്കാം എന്ന് പറഞ്ഞ് ദേവകുമാരൻ മെല്ലെ കൊട്ടാരം വിട്ടിറങ്ങി. വേറെ എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് ആദ്യം ആലോചിച്ചു. എന്നാൽ പ്രാണപ്രിയയായ ചിത്രലേഖയെ ഓർത്തപ്പോൾ അങ്ങനെ ചെയ്യാനും കഴിഞ്ഞില്ല. ഒടുവിൽ ഉജ്ജയിനിയിലെ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സഹായം ചോദിക്കാം എന്ന് ദേവകുമാരൻ തീർച്ചപ്പെടുത്തി. ദേവകുമാരൻ്റെ കഥ കേട്ട വിക്രമാദിത്യന് ലേശം വിനോദവും അതിലേറെ സഹതാപവും തോന്നി. ദേവകുമാരനെ സഹായിക്കാമെന്ന് അദ്ദേഹം വാക്കു നൽകി. ധൈര്യമായി മല്ലികാപുരത്തിന് മടങ്ങിക്കൊള്ളാൻ അദ്ദേഹം ദേവകുമാരനോട് പറയുകയും ചെയ്തു. അത് കേട്ട് ദേവകുമാരൻ ആശ്വാസത്തോടെ മടങ്ങിപ്പോയി. അപ്പോഴേക്കും മല്ലികാപുരത്തിനെതിരെ വമ്പൻ ആക്രമണം ശത്രുരാജാവ് അഴിച്ചുവിട്ടിരുന്നു. അതിനെ പ്രതിരോധിക്കാനാവാതെ മല്ലികാപുരത്തെ പടയാളികൾ വിഷമിച്ചു. ആ സമയം ഉജ്ജയിനിയിലെ വിഖ്യാത സൈന്യം യുദ്ധമുഖത്തെത്തി. ശത്രുരാജാവിനെ മറ്റൊരു ദിശയിൽ നിന്നും ആക്രമിച്ചു. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ നിലതെറ്റി ശത്രുസൈനികർ ചിതറിയോടി. മല്ലികാപുരത്തെ രാജാവ് പ്രസന്നൻ വാർത്തകൾ അപ്പപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയെന്നും ആ സമയം അജ്ഞാതരായ ഒരു സംഘം പടയാളികൾ എത്തി തങ്ങളെ സഹായിച്ചെന്നും ചാരന്മാർ രാജാവിനെ അറിയിച്ചു. അത് ഇന്ദ്രന്റെ സൈന്യമാണ്, എൻ്റെ മകളുടെ ഭർത്താവ് ഏർപ്പാടാക്കിയതാണ്, രാജാവ് അഭിമാനത്തോടെ പറഞ്ഞു. അതോടെ ദേവകുമാരനെ പറ്റിയുള്ള മതിപ്പ് പൊതുവെ വർദ്ധിച്ചു. ദേവകുമാരനെ അടുത്ത രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉജ്ജയിനിയിലെ സൈന്യമാണ് മല്ലികാപുരത്തെ രക്ഷിച്ചതെന്ന കാര്യം മറ്റാരും അറിഞ്ഞില്ല. അന്യനു വേണ്ടി സ്വാർത്ഥലേശമന്യേ പ്രവർത്തിക്കാൻ വിക്രമാദിത്യനെ പോലെ താൽപ്പര്യം കാട്ടിയ ഭരണാധികാരികൾ ലോകത്തിൽ മറ്റെവിടെയാണുള്ളത്? രാജാക്കന്മാർ യശസ് വർദ്ധിപ്പിക്കാനും രാജ്യപുരോഗതി കൈവരിക്കാനുമായി നടത്തുന്ന അശ്വമേധയാഗത്തിന് ഒരിക്കൽ ഉജ്ജയിനിയും സാക്ഷ്യം വഹിച്ചു. വിക്രമാദിത്യ ചക്രവർത്തിയുടെ നാമം സകല ലോകങ്ങളിലും ആദരിക്കപ്പെട്ടതോടെ ഇനി ഉജ്ജയിനി അശ്വമേധയാഗത്തിനൊരുങ്ങണമെന്ന് രാജഗുരുക്കന്മാർ അഭിപ്രായപ്പെടുകയായിരുന്നു. യാഗത്തിനായി കുറേയേറെ രത്നങ്ങൾ ആവശ്യമുള്ളതിനാൽ അവ വരുണനോട് ആവശ്യപ്പെടാമെന്ന് നിശ്ചയിച്ച് വിക്രമാദിത്യൻ ഒരു ബ്രാഹ്മണനെ വരുണനെ കാണുന്നതിനായി അയച്ചു. ബ്രാഹ്മണൻ വരുണനെ കാണുകയും വിക്രമാദിത്യ ചക്രവർത്തിയുടെ ആവശ്യം അറിയിക്കുകയും ചെയ്തു. വരുണനാവട്ടെ വിശേഷപ്പെട്ട 3 രത്നങ്ങൾ ദാനം ചെയ്തു. ഒരു രത്നം കയ്യിലിരുന്നാൽ ആവശ്യമുള്ളത്ര ധനം ലഭിക്കും. 2ാമത്തെ രത്നം കൈവശമിരുന്നാൽ ചോദിക്കുന്നത്ര വസ്ത്രങ്ങൾ ലഭിക്കും. 3ാമത്തെ രത്നമാകട്ടെ സർവ്വ ആയുധങ്ങളും നേടിക്കൊടുക്കാൻ പര്യാപ്തമായിരുന്നു. രത്നങ്ങളുമായി ബ്രാഹ്മണൻ മടങ്ങി. ആ സമയം അയാളുടെ ഒരു സുഹൃത്ത് ഈ രത്നങ്ങളെക്കുറിച്ച് അറിയുകയും അവയിലൊന്ന് തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയും ചെയ്തു. ബ്രാഹ്മണൻ മടങ്ങി വന്ന് വിക്രമാദിത്യനു രത്നങ്ങൾ നൽകി. ഒപ്പം തൻ്റെ സുഹൃത്തിന് തോന്നിയ ആഗ്രഹത്തെപ്പറ്റി പറയുകയും ചെയ്തു. വിക്രമാദിത്യൻ 3 രത്നങ്ങളും അവർ 2 പേർക്കുമായി നൽകി. തനിക്കുള്ളതെല്ലാം അന്യർക്കായി ദാനം ചെയ്യുന്നതിൽ ആനന്ദമനുഭവിച്ച മഹാത്യാഗിയായിരുന്നു ഞങ്ങളുടെ സ്വാമി. ആ മഹാമനസ്കത ദേവന്മാരുടെയും ഋഷികളുടെയും പോലും പ്രശംസയ്ക്ക് പാത്രീഭവിച്ചു. സാലഭഞ്ജിക തൻ്റെ കഥ ഇങ്ങനെ ഉപസംഹരിച്ചു. സമയം സന്ധ്യയായതിനാൽ ഭോജരാജാവ്
അനുജനന്മാരോടുകൂടി തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി.